കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ കൊലയിലെ പ്രതി അഫാൻ ഇന്റർനെറ്റിൽ തിരഞ്ഞ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. ഒരാൾ പോലും അറിയാതെ ഇരയുടെ ശബ്ദം പുറത്തു കേൾക്കാതെ എങ്ങനെയാണ് അഫാൻ ഈ ക്രൂരകൃത്യം നിറവേറ്റിയത്? ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫാൻ ഗവേഷണം നടത്തിയിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ അടുത്ത കാലത്ത് ഇന്റർനെറ്റിൽ അഫാൻ തിരഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു. 3 സ്ഥലങ്ങളിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും അറിഞ്ഞില്ല. 3 ഇടങ്ങളിലും പോലീസ് എത്തിയതിനു ശേഷമാണ് വിവരം അയൽവാസികൾ പോലും അറിയുന്നത്. കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിനു പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകാം എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലക്കടിയേറ്റാൽ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം ഇര വീണുപോകും. തലയ്ക്ക് പിന്നിൽ അടിച്ചാൽ ആഘാതം കൂടും. എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത്. വെഞ്ഞാറമൂട് പുത്തൻപാലം റോഡിൽ നിന്ന് 20 മീറ്റർ ഉള്ളിലാണ് അഫാന്റെ വീട്. അഫാന്റെ മാതാവും സഹോദരനും സുഹൃത്തും ആക്രമണത്തിന് ഇരയായത് ഇവിടെയാണ്. വീടിന് ഇരുവശങ്ങളിലുമായുള്ള 2 അയൽ വീടുകളിൽ ഒന്നിലാൾ താമസമില്ല. പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫും ഭാര്യയും കൊല്ലപ്പെട്ട വീടിന്റെ ഒരു വശത്ത് മാത്രമാണ് അയൽക്കാരുള്ളത്. മുന്നിലുള്ള റോഡിന്റെ മറുവശം വലിയ കുഴിയാണ്. അഫാന്റെ മുത്തശ്ശി സൽമാ ബീവി കൊല്ലപ്പെട്ട പാങ്ങോട്ട് വീടിന് സമീപത്ത് മറ്റു വീടുകളില്ല. ഒരു പറമ്പിനപ്പുറമുള്ള സ്ഥലത്താണ് മൂത്ത മകൻ താമസിക്കുന്നത്. അഫാൻ ഇന്റർനെറ്റിൽ തിരഞ്ഞ വിവരങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. ആരും അറിയാതെ ഇരയുടെ ഒരു നിലവിളി പോലും പുറത്തു കേൾക്കാതെ എങ്ങനെയാണ് അഫാൻ 3 കൊലപാതകങ്ങൾ നടത്തിയത്? ഒറ്റയടിക്ക് തന്നെ ജീവൻ എടുക്കുക എന്ന ചിന്തയാകും ആയുധം ചുറ്റുകയാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ പ്രതികരിക്കാനാകാത്തത് നിലവിളി പോലും ഇല്ലാതാക്കി. ശാരീരികമായും മാനസികമായും തന്നെക്കാൾ ശക്തി കുറഞ്ഞവർക്ക് നേരെ ഇത്തരമൊരു ആയുധം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആഘാതം വലുതായിരിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനെറ്റിൽ തിരഞ്ഞോ മറ്റോ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാകും അഫാൻ ചുറ്റിക ആയുധമായി തിരഞ്ഞെടുത്തത് എന്നും സംശയിക്കുന്നു. ചുറ്റികയുടെ ഭാരവും അതുപയോഗിക്കുന്ന വേഗവുമാണ് ആഘാതം നിർണ്ണയിക്കുന്നത്. പിടിയുടെ നീളവും ആഘാതം എങ്ങനെ ആയിരിക്കും എന്നതിന്റെ ഘടകമാണ്. ചുറ്റിക പതിക്കുന്നിടത്ത് മാത്രം ശക്തമായ ആഘാതം ഉണ്ടാവുകയും പരിക്ക് മാരകമാവുകയും ചെയ്തേക്കാം. തലയിലും മറ്റും ഇത്തരത്തിൽ ചുറ്റിക പതിച്ചാൽ തൽക്ഷണം ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഇത്തരം കാര്യങ്ങൾ പ്രതി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ചുറ്റിക ആയുധമായി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ വളരെ കുറവാണെന്ന് മുൻ പോലീസ് സർജനും മെഡിക്കോ ലീഗൽ വിദഗ്ധനുമായ ഡോക്ടർ പി ഗുജ്റാൾ പറഞ്ഞു. ശക്തമായ അടിയിൽ തൽക്ഷണം ബോധം നഷ്ടമാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇരകളുടെ പ്രായവും പ്രതിരോധിക്കാനുള്ള സാധ്യത കുറവും ഈ ആയുധം തിരഞ്ഞെടുക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചിരിക്കാം. കൊടും കുറ്റവാളികളും മറ്റും വിവിധ ആക്രമണങ്ങൾക്ക് ഒരേ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച തെളിവുകളുണ്ട്. തലയോട്ടിയിൽ ചുറ്റിക ഉപയോഗിച്ച് അടിയേൽക്കുന്നത് സംബന്ധിച്ച പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് അഫാൻ ചുറ്റിക വാങ്ങിയത്. ഇതുപയോഗിച്ച് മുത്തശ്ശി സൽമാ ബീവിയെ ആദ്യം കൊലപ്പെടുത്തി. പിന്നീടാണ് പുല്ലമ്പാറ SN പുരത്തെത്തി ലത്തീഫിനെയും ഭാര്യ സജിദ ബീവിയെയും ഇതേ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നത്. കാമുകി ഫർസാനയുടെ മുഖം അടിച്ചു തകർത്തു. തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കി. നെറ്റിയിൽ മൂക്കിന് മുകളിലായി ആഴത്തിൽ മുറിവേറ്റിരുന്നു. ഫർസാനയ്ക്കും അനുജൻ അഫാനും ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി നൽകിയ ശേഷമാണോ കൊലപ്പെടുത്തിയത് എന്ന സംശയവുമുണ്ട്. സൽമാ ബീവിയുടെ മൃതദേഹമാണ് ആദ്യം പൊതുദർശനത്തിനായി കഴിഞ്ഞ ദിവസം മദ്രസ ഹാളിൽ എത്തിച്ചത്. തൊട്ടു പിന്നാലെ SN പുരത്ത് കൊല്ലപ്പെട്ട ലത്തീഫിന്റെയും ഷാഹിദയുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. 6 മണിയോടുകൂടി പെരുമലയിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം അഫ്സാന്റെ മൃതദേഹവും ജുമാ മസ്ജിദിന് സമീപത്തെ മദ്രസ ഹാളിൽ എത്തിച്ചു. 4 പേരുടെയും മൃതദേഹങ്ങൾ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേരാണ് സംഭവം അറിഞ്ഞ് മസ്ജിദിന് സമീപം എത്തിച്ചേർന്നത്. വിദേശത്തുള്ള അഫ്സാന്റെ പിതാവ് റഹീമിന് നാട്ടിലെത്താനായിട്ടില്ല. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഷമി ബോധം തെളിഞ്ഞപ്പോൾ ഇളയ മകൻ അഫ്സാനെ കാണണം എന്നാണ് ആദ്യം ബന്ധുക്കളോട് പറഞ്ഞത്. ഷമിയുടെ തലയ്ക്ക് പിന്നിലും 13 സ്റ്റിച്ചുണ്ട്. കണ്ണിന്റെ താഴെ 2 ഭാഗത്തും എല്ലിന് പൊട്ടലുണ്ട്. വായ് പൂർണ്ണമായി തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അടുത്ത ബന്ധുവിനെ കണ്ടപ്പോൾ തന്നെ ഇളയ മകൻ അഫ്സാനെ കുറിച്ചാണ് ചോദിച്ചത്. അവൻ എന്തെങ്കിലും പറ്റിയോ എന്ന് കരഞ്ഞുകൊണ്ട് ആ അമ്മ ചോദിച്ചു. അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അഫാനെ കുറിച്ച് അവർ ഒന്നും ചോദിച്ചില്ല എന്നും ഷമിയെ സന്ദർശിച്ച ബന്ധു പറഞ്ഞു. അഫ്സാന്റെ തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണകാരണമായത് എന്ന് കരുതുന്നു. ചെവിയുടെ തൊട്ടു പിന്നിലാണ് അടിയേറ്റിരിക്കുന്നത്. കേരളത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾ ഇപ്പോൾ പൊതുവെ നിരീക്ഷിച്ചാൽ അവയുടെ പാറ്റേൺ തന്നെ മാറിയിരിക്കുന്നു എന്നാണ് പോലീസ് മേധാവികൾ പറയുന്നത്. മുൻപ് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനോ ഒളിവിൽ പോകാനോ പ്രതികൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യം ചെയ്ത് നേരെ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന ശീലമാണുള്ളത്. വീടുകളിൽ സ്വത്തിന്റെയും കുടുംബകലഹത്തിന്റെയും പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളിലേക്ക് നയിച്ച കാരണങ്ങളിലും മാറ്റങ്ങളുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ പലരും രക്തബന്ധം മറക്കുന്നു. ജീവനെടുക്കാൻ തക്ക രീതിയിൽ യുവ മനസ്സുകൾ മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.